വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ ടീം ഐറിഷ് ടീമിനോട് പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്ന് നടന്ന T20 മത്സരത്തിൽ 34 റൺസിനാണ് അയർലൻഡുമായി ഇന്ത്യ പരാജയപ്പെട്ടത്. IPLന്റെ ആലസ്യത്തിൽ നിന്ന്, ഇന്ത്യയുടെ ഫ്ലാറ്റ് പിച്ചുകളുടെ ആലസ്യത്തിൽ നിന്ന് ഇന്ത്യൻ ബാറ്റർമാർ ഉണർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ടോസ് ലഭിച്ച അയർലൻഡിനെ ബാറ്റിങ്ങിനയച്ച് അയർലൻഡ് 20 ഓവറിൽ നേടിയെടുത്തത് 182 റൺസാണ്. 120 പന്തുകളിൽ ഇന്ത്യക്ക് വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് 153. ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും. 5 റൺസ് എടുത്ത സഞ്ജു സാംസൺ ജയ്മുൺട്രയുടെ ബൗളിങ്ങിൽ ബൗൾഡായി മടങ്ങുന്നു. പിന്നീട് അങ്ങോട്ട് ഇന്ത്യക്ക് തകർച്ച തന്നെയായിരുന്നു. ഇഷാൻ കിഷൻ 1 റൺസിന് പുറത്താകുന്നു. അഭിഷേക് ശർമ്മ മാത്രമാണ് 50 പൂർത്തിയാക്കിയത്. 20 പന്തുകൾ നേരിട്ട് അഭിഷേക് ശർമ്മ നേടിയത് 50 റൺസായിരുന്നു. ക്യാപ്റ്റൻ ശ്രേയാസ് അയ്യർ നേടിയത് 3 റൺസാണ്. തിലക് വർമ്മ 19, വാഷിംഗ്ടൺ സുന്ദർ 9, ശിവം ദൂബെ 25, അക്സർ പട്ടേൽ 15. പിന്നെ എല്ലാം വളരെ എളുപ്പത്തിലായിരുന്നു. 34 റൺസിൻ്റെ പരാജയം. 18.5 ഓവറിൽ ഇന്ത്യ 148 ഓൾ ഔട്ടാവുന്നു. നാണക്കേടിൻ്റെ പരാജയം. അങ്ങനെ ഐറിഷ് ടീം ലോക ചാമ്പ്യന്മാരായ ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചരിത്രം സൃഷ്ടിക്കുന്നു. എവിടെയാണ് ഇന്ത്യക്ക് പിഴച്ചത്? ആരാണ് ഇതിന് ഉത്തരവാദി? ലോകോത്തര ടീം തന്നെയാണ് ഇന്ന് അയർലൻഡിനെതിരെ ഇറങ്ങിയിട്ടുള്ളത്. ബൗളിങ്ങിലെ കാര്യം മാത്രമാണ് പുതുമുഖങ്ങൾ അതല്ലെങ്കിൽ വമ്പൻ താരങ്ങളില്ലാതെ ഇറങ്ങിയെന്ന് പറയാൻ ന്യായമുള്ളത്. എങ്കിൽ പോലും അവിടെയും അർഷദീപ് സിംഗ് ഉണ്ട്, അക്സർ പട്ടേലുണ്ട്, ഹർഷിത് റാണയുണ്ട്, പ്രസീദ് കൃഷ്ണയുണ്ട്. പ്രസീദ് കൃഷ്ണ ഇന്ന് 4 ഓവറിൽ 57 റൺസാണ് വഴങ്ങിയത്. ഇന്ത്യൻ നിരയിൽ അങ്ങനെ 2 50കളാണെന്ന് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് അഭിഷേക് ശർമ്മയും ഒന്ന് പ്രസീദ് കൃഷ്ണയും. ഹർഷിത് റാണ വളരെ കൃത്യമായി പന്തെറിഞ്ഞ് വെറും 24 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ നേടിയെടുത്തു. അർഷദീപ് സിംഗും കൃത്യമായൊരു ബൗളിംഗ് തന്നെയായിരുന്നു. ഓൾറൗണ്ടറായെത്തിയ ശിവം ദൂബെ 3 ഓവറിൽ 18 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്, 1 വിക്കറ്റും നേടിയെടുത്തു. വാഷിംഗ്ടൺ സുന്ദർ 1 ഓവർ എറിഞ്ഞ് 19 റൺസ് വഴങ്ങി. അയർലൻഡിൻ്റെ തുടക്കം അത്ര ശുഭകരമായിരുന്നില്ല. പക്ഷേ അവിടെയാണ് വിക്കറ്റ് വീഴ്ചകൾക്കിടയിൽ ക്യാപ്റ്റൻ ലോർക്കൻ ടെക്കറും ഗാരത്ത് ഡെലാനിയും ഒരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തുന്നത്. ആ ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ് അയർലൻഡിനെ മികച്ചൊരു സ്കോറിലേക്ക് നയിച്ചത്. ക്യാപ്റ്റൻ 2 6ഉം 5 4ഉം അടക്കം 36 പന്തുകളിൽ 50 റൺസ് നേടിയപ്പോൾ ഗാരത്ത് 3 6ഉം 3 4ഉം അടക്കം 32 പന്തുകളിൽ 49 റൺസ് എടുത്ത് പുറത്തായി. അവരുടെ ബാറ്റിംഗ് മികവിൽ തന്നെയാണ് ഇന്ത്യക്കെതിരെ ഇത്രയും വലിയൊരു വിജയലക്ഷ്യം മുന്നോട്ട് വെക്കാൻ സാധിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ചത് അത്ര വലിയൊരു സ്കോർ അല്ല. പക്ഷേ ഐറിഷ് ബൗളിംഗ് വളരെ കൃത്യതയോടെ പന്തെറിഞ്ഞപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിനും അനുവദിക്കാതെ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നേടിക്കൊണ്ട് ചരിത്ര വിജയം ഇന്ത്യക്കെതിരെ നേടിയെടുക്കുന്നു. ക്രിക്കറ്റിൽ പുതിയൊരു അധ്യായം എഴുതിച്ചേർത്തിരിക്കുന്നു ഐറിഷ് ടീം. T20യിലെ ലോക ചാമ്പ്യന്മാരെയാണ് ഒരു കുഞ്ഞൻ ടീം പരാജയപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഞങ്ങളൊരു കുഞ്ഞൻ ടീമല്ല എന്ന് തന്നെയാണ് ലോക ചാമ്പ്യന്മാരെ പരാജയപ്പെടുത്തിയതിലൂടെ ഇന്ന് ലോകത്തിന് മുന്നിൽ അയർലൻഡ് ടീം പ്രഖ്യാപിക്കുന്നത്. ഇനി ഒരു മത്സരം കൂടിയാണ് അയർലൻഡിനെതിരെ ശേഷിക്കുന്നത്. അത് ജൂൺ 28-നാണ്. ഇന്നത്തെ മത്സരത്തിൽ വൈഭവ് സൂര്യവംശി ഇല്ലാതെയാണ് ഇന്ത്യ കളിക്കാനിറങ്ങിയത്. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പണിംഗ് തുടരട്ടെ എന്നു തന്നെയായിരുന്നു ടീം മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. പക്ഷേ ആ ഒരു തീരുമാനത്തിനൊന്നും തന്നെ ഇന്ത്യയെ വിജയിപ്പിക്കാൻ സാധ്യമായില്ല. അടുത്ത മത്സരത്തിൽ വിജയത്തോടെ തിരിച്ചെത്താൻ ഇന്ത്യൻ ടീമിന് സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.